വെൽക്കം ബാക്ക് ടു SR ഫോർമുല ഓഫ് എഡ്യൂക്കേഷൻ. 7th സ്റ്റാൻഡേർഡിലെ സോഷ്യൽ സയൻസിലെ 7th ചാപ്റ്റർ ആയിട്ടുള്ള എർത്ത് ആൻഡ് ബയോസ്ഫിയർ, ഭൂമിയും ജീവലോകവും എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ട രണ്ടാം ഭാഗമാണ് നാം ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട ആദ്യത്തെ ഭാഗത്തിൽ ഹൈഡ്രോസ്ഫിയർ അഥവാ ജലമണ്ഡലത്തെക്കുറിച്ചും ലിത്തോസ്ഫിയർ അഥവാ ശിലാമണ്ഡലത്തെക്കുറിച്ചും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു കഴിഞ്ഞു. ഈ ഒരു പാർട്ടിലൂടെ നാം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അറ്റ്മോസ്ഫിയറിനെ കുറിച്ചും അതുപോലെ ബയോസ്ഫിയറിനെ കുറിച്ചുമാണ്. അവർ ടോപ്പിക് അറ്റ്മോസ്ഫിയർ, വായുമണ്ഡലം. Atmosphere is a layer of air which protect the earth like a blanket. ഒരു ബ്ലാങ്കറ്റ് പോലെ, ഒരു പുതപ്പ് പോലെ ഭൂമിയെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ഒരു ലെയറാണ് അറ്റ്മോസ്ഫിയർ. In addition to gases like nitrogen and oxygen, atmosphere also contains dust particles and water vapor. നമ്മുടെ വായുമണ്ഡലത്തിൽ അറ്റ്മോസ്ഫിയറിൽ അടങ്ങിയിരിക്കുന്ന പ്രധാനപ്പെട്ട കോമ്പണൻസ് ആണ്, പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. ഒന്ന് ഡസ്റ്റ് പാർട്ടിക്കിൾ, പൊടി പടലങ്ങൾ. രണ്ടാമതായി വാട്ടർ വേപ്പർ, നീരാവി. മൂന്നാമതായിട്ട് ഗ്യാസസ്, ചില വാതകങ്ങൾ. പ്രധാനമായിട്ടും കൂടുതൽ അളവിൽ അറ്റ്മോസ്ഫിയറിൽ കാണപ്പെടുന്ന ഗ്യാസസ് ആണ് നൈട്രജൻ. 78%, 78% അന്തരീക്ഷത്തിൽ കാണപ്പെടുന്നത് നൈട്രജനാണ്. 21% മാത്രമാണ് ഓക്സിജൻ കാണപ്പെടുന്നത്. ഏറ്റവും കൂടുതൽ അളവിൽ കാണപ്പെടുന്ന രണ്ട് ഗ്യാസസ് ആണ് നൈട്രജനും ഓക്സിജനും. സോ അറ്റ്മോസ്ഫിയറിലെ കോമ്പണൻസ് ഏതെല്ലാം എന്ന് ചോദിച്ചാൽ ഗ്യാസസ്, ഫോർ എക്സാമ്പിൾ നൈട്രജൻ, ഓക്സിജൻ, ദെൻ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ആൻഡ് വാട്ടർ വേപ്പർ. Anything that brings changes to the natural composition of air is a pollutant. നമ്മൾ ശ്വസിക്കുന്ന ശ്വാസവായുവിൽ, എയറിൽ എന്തെങ്കിലും ചേഞ്ചസ് വന്നിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം ആ വായു പൊല്യൂട്ടൻ്റാണ്, മലിനമാക്കപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെയാണ്. നമ്മൾ ശ്വസിക്കുന്ന വായുവിൻ്റെ സ്മെല്ലിൽ തന്നെ വ്യത്യാസമുണ്ടെങ്കിൽ ആ വായു അവിടെ പൊല്യൂട്ടൻ്റ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം, അല്ലേ? എയർ ഈസ് എസെൻഷ്യൽ ഫോർ ദ എക്സിസ്റ്റൻസ് ഓഫ് ലൈഫ് ഓൺ ദി എർത്ത്. നമ്മുടെ ഭൂമിയിൽ നമുക്ക് താമസിക്കണമെങ്കിൽ, നമ്മുടെ ജീവൻ നിലനിർത്തണമെങ്കിൽ നമുക്ക് എയർ കൂടിയേ തീരൂ, വായു നമുക്ക് ഉണ്ടായേ തീരൂ. In our textbook, you can see a diagram that showing the different ways by which the atmosphere is useful to us. നമ്മുടെ അന്തരീക്ഷം നമുക്ക് ഏതെല്ലാം വിധത്തിൽ നമുക്ക് യൂസ്ഫുൾ ആണ്, പ്രയോജനപ്പെടുന്നുവെന്ന് കാണിക്കുന്ന ഒരു ഡയഗ്രാം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ അല്ലെങ്കിൽ ഈ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. സോ നമുക്ക് ഏതെല്ലാം വിധത്തിൽ അറ്റ്മോസ്ഫിയർ നമുക്ക് യൂസ്ഫുൾ ആണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഓക്സിജൻ. ആദ്യമായിട്ട് ഓക്സിജൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്, നമുക്ക് ലഭിക്കുന്നത് അന്തരീക്ഷത്തിൽ നിന്നാണ്. രണ്ടാമതായി കാർബൺ ഡൈ ഓക്സൈഡ് റിക്വയർഡ് ഫോർ പ്ലാന്റ്സ്. സസ്യങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡും പ്രൊവൈഡ് ചെയ്യുന്നത് അറ്റ്മോസ്ഫിയർ ആണ്. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് യൂസ് ഓഫ് അറ്റ്മോസ്ഫിയർ ഈസ് പ്രൊട്ടക്ഷൻ ഫ്രം ഹാംഫുൾ അൾട്രാവയലറ്റ് ആൻഡ് ഗാമ റൈസ്. ഹാനികരമായിട്ടുള്ള രശ്മികളിൽ നിന്നുള്ള സംരക്ഷണമാണ്. ഫോർ എക്സാമ്പിൾ അൾട്രാവയലറ്റ് രശ്മികളിൽ നിന്ന്, ഗാമ റൈസുകളിൽ നിന്നുള്ള സംരക്ഷണം. The next important use of atmosphere is reasons for climatic phenomena like rain and snow. മഴ, മഞ്ഞ് തുടങ്ങിയ കാലാവസ്ഥാ പ്രതിഭാസങ്ങൾക്ക് കാരണമാകുന്നതും അറ്റ്മോസ്ഫിയർ ആണ്. Here is some questions for you. First one, what is atmosphere? എന്താണ് അറ്റ്മോസ്ഫിയർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? Answer, atmosphere is a layer of air which protects the earth like a blanket. ഒരു പുതപ്പ് പോലെ ഭൂമിയെ സംരക്ഷിക്കുന്ന ലയറാണ്, വായുവിൻ്റെ ഒരു ലയറാണ്, വായുമണ്ഡലമാണ് അറ്റ്മോസ്ഫിയർ. The next important question, what are the components of atmosphere? അന്തരീക്ഷത്തിലെ ഘടകങ്ങൾ ഏതൊക്കെയാണ്? Answer, gases, water vapor and dust particles. ഗ്യാസസിന് എക്സാമ്പിൾസ് ആണ് നൈട്രജൻ, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് എക്സെട്ര. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഈസ് അറ്റ്മോസ്ഫിയർ യൂസ്ഫുൾ ടു അസ്? നമുക്ക് ഏതെല്ലാം തരത്തിൽ, എങ്ങനെയെല്ലാം അറ്റ്മോസ്ഫിയർ യൂസ്ഫുൾ ആണെന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ, ഫസ്റ്റ് പോയിന്റ്, ഇറ്റ് പ്രൊവൈഡ്സ് ഓക്സിജൻ. അറ്റ്മോസ്ഫിയർ നമുക്ക് ഓക്സിജൻ നൽകുന്നു. 2, ഇറ്റ് പ്രൊവൈഡ്സ് കാർബൺ ഡൈ ഓക്സൈഡ് റിക്വയർഡ് ഫോർ പ്ലാന്റ്സ്. ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡും ലഭ്യമാക്കുന്നു. 3,
ഇറ്റ് പ്രൊട്ടക്ട് അസ് ഫ്രം ഹാംഫുൾ റൈസ്. ഹാനികരമായിട്ടുള്ള രശ്മികളിൽ നിന്നും നമ്മെ സംരക്ഷിക്കുന്നു. Then fourth point, it helps for climatic phenomena like rain and snow. മഴ, മഞ്ഞ് തുടങ്ങിയ കാലാവസ്ഥ പ്രതിഭാസങ്ങൾക്ക് വേണ്ടി സഹായിക്കുന്നു. ഇവയെല്ലാം അറ്റ്മോസ്ഫിയർ കൊണ്ടുള്ള നമുക്കുള്ള യൂസസ് ആണ്, ബെനിഫിറ്റ്സ് ആണ്. Our next question, what are the activities of human beings that leads to air pollution? അന്തരീക്ഷ മലിനീകരണത്തിന് കാരണമാകുന്ന മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ്? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സോ അവർ ആൻസർ, ഫസ്റ്റ് പോയിന്റ്, ഗ്യാസസ് യൂസ്ഡ് ഇൻ റെഫ്രിജറേറ്റേഴ്സ്. റെഫ്രിജറേറ്ററുകളിൽ അല്ലെങ്കിൽ ഫ്രിഡ്ജുകളിൽ ഉപയോഗിക്കുന്ന വാതകങ്ങൾ. സെക്കൻഡ് വൺ, സ്മോക്ക് ദാറ്റ് കംസ് ഡ്യൂ ടു ദ ബേണിംഗ് ഓഫ് ഫോസിൽ ഫ്യൂവൽസ്. ഫോസിൽ ഫ്യൂവൽസ് കത്തിക്കുന്നത് മൂലമുണ്ടാകുന്ന പുക വഴിയും എയർ പൊല്യൂഷൻ ഉണ്ടാകുന്നു. നെക്സ്റ്റ്, ദ യൂസ് ഓഫ് പെസ്റ്റിസൈഡ്സ് ആൻഡ് ഫെർട്ടിലൈസേഴ്സ് ഇൻ അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസ്. കാർഷിക പ്രവർത്തനങ്ങളിൽ രാസകീടനാശിനികളും രാസവളങ്ങളും ഉപയോഗിക്കുന്നതിലൂടെയും എയർ പൊല്യൂഷൻ സംഭവിക്കുന്നു. നെക്സ്റ്റ് പോയിന്റ്, സ്മോക്ക് എമിഷൻ ഓഫ് വെഹിക്കിൾസ്. വണ്ടികളിൽ അല്ലെങ്കിൽ വാഹനങ്ങളിൽ നിന്നും പുറത്തുവിടുന്ന പുകയും എയർ പൊല്യൂഷൻ ധാരാളമായി ഉണ്ടാക്കുന്നുണ്ട്. നെക്സ്റ്റ്, ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസ് എമിറ്റ് സച്ച് പൊല്യൂട്ടൻസ് ഇൻ ദി എയർ. വ്യാവസായികപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ വഴിയിലും വായുവിൽ ഒരുപാട് മലിനമായിട്ടുള്ള വസ്തുക്കൾ വരുന്നുണ്ട്, എയർ പൊല്യൂഷൻ സംഭവിക്കുന്നുണ്ട്. നെക്സ്റ്റ് പോയിന്റ്, ബേണിംഗ് ഓഫ് ഗാർബേജ് വേസ്റ്റ്. വേസ്റ്റുകൾ കത്തിക്കുന്നതിലൂടെ വരുന്ന പുകയിലൂടെയും എയർ പൊല്യൂഷൻ ഉണ്ടാകുന്നു. നെക്സ്റ്റ് പോയിന്റ് ആണ് ഫോറസ്റ്റ് ഫയർ, അതായത് കാട്ടുതീ. കാട്ടുതീ ഉണ്ടാകുന്ന സമയത്തും എയർ പൊല്യൂഷൻ ഉണ്ടാകുന്നു. നെക്സ്റ്റ് ആണ് സാൻഡ് സ്റ്റോം. പൊടിക്കാറ്റ് വഴിയും നമുക്ക് എയർ പൊല്യൂഷൻ സംഭവിക്കാറുണ്ട്. ഇതിലെ ഓരോ പോയിന്റ്സും ഇമ്പോർട്ടൻ്റ് ആണ്, പോയിൻ്റായിട്ട് തന്നെ പഠിക്കാട്ടോ. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ടു റെഡ്യൂസ് അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷൻ? അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുന്നതിന് ആവശ്യമായിട്ടുള്ള മെത്തേഡ്സ് അല്ലെങ്കിൽ വ്യത്യസ്തപരമായിട്ടുള്ള നടപടികൾ, രീതികൾ അല്ലെങ്കിൽ വഴികൾ എന്തെല്ലാമാണ്? ഫസ്റ്റ് പോയിന്റ് ആണ് കൺട്രോൾ ദ യൂസ് ഓഫ് ഫോസിൽ ഫ്യൂവൽസ്. ഫോസിൽ ഫ്യൂവൽസ് ഉപയോഗിക്കുന്നത് നിയന്ത്രിക്കുക, പ്രകൃതി വാതകങ്ങൾ ഉപയോഗിക്കുന്നത് നിയന്ത്രിക്കുക. 2, യൂസ് ബയോപെസ്റ്റിസൈഡ് ഇൻസ്റ്റെഡ് ഓഫ് കെമിക്കൽ പെസ്റ്റിസൈഡ്സ്. രാസകീടനാശിനികൾക്ക് പകരമായിട്ട് ജൈവ കീടനാശിനികൾ ഉപയോഗിക്കുക. 3rd one, അവോയ്ഡ് ഓർ റെഡ്യൂസ് ദ യൂസ് ഓഫ് പ്ലാസ്റ്റിക് മെറ്റീരിയൽസ്. പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക അല്ലെങ്കിൽ കുറയ്ക്കുക. നെക്സ്റ്റ്, അവോയ്ഡ് ഡിഫോറസ്റ്റേഷൻ ആൻഡ് പ്രൊമോട്ട് അഫോറസ്റ്റേഷൻ. ഡീഫോറസ്റ്റേഷൻ, വനനശീകരണം ഒഴിവാക്കുക, അതോടൊപ്പം പ്രൊമോട്ട് അഫോറസ്റ്റേഷൻ, വനവൽക്കരണം, അതായത് ചെടികൾ നട്ടുപിടിപ്പിക്കുന്നത് പ്രോത്സാഹിപ്പിക്കുക. ലാസ്റ്റ് പോയിന്റ്, എൻഷുർ പ്രോപ്പർ വേസ്റ്റ് മാനേജ്മെൻറ്റ്. പ്രോപ്പറായിട്ടുള്ള മലിനീകരണ പ്രവർത്തനങ്ങൾ കൊണ്ടുവരിക. അവ നെക്സ്റ്റ് ടോപ്പിക്, ബയോസ്ഫിയർ, ജൈവമണ്ഡലം. ബയോസ്ഫിയർ ഇൻക്ലൂഡ്സ് ഓൾ ലിവിങ് തിങ്സ് ഓൺ ദി എർത്ത്. ഭൂമിയിലെ എല്ലാ ജീവനുള്ള വസ്തുക്കളും എല്ലാ ജീവജാലങ്ങളും ഉൾപ്പെടുന്ന ഒരു മേഖലയാണ് ബയോസ്ഫിയർ അഥവാ ജൈവമണ്ഡലം. ബയോസ്ഫിയർ എക്സിസ്റ്റ് ബിക്കോസ് ഓഫ് ദ ഇൻറ്ററാക്ഷൻ ഓഫ് ലിത്തോസ്ഫിയർ, ഹൈഡ്രോസ്ഫിയർ ആൻഡ് അറ്റ്മോസ്ഫിയർ. അറ്റ്മോസ്ഫിയർ അഥവാ വായുമണ്ഡലം, ഹൈഡ്രോസ്ഫിയർ അഥവാ ജലമണ്ഡലം, ലിത്തോസ്ഫിയർ അഥവാ ശിലാമണ്ഡലം എന്നീ 3 സ്ഫിയേഴ്സിൻ്റെയും എന്നീ 3 മണ്ഡലങ്ങളുടെയും പരസ്പര പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് ബയോസ്ഫിയർ നിലനിൽക്കുന്നത്. ബയോസ്ഫിയർ നിലനിൽക്കണമെങ്കിൽ, ലിവിങ് തിങ്സ് ജീവനുള്ള എല്ലാ വസ്തുക്കളും ഭൂമിയിൽ നിലനിൽക്കണമെങ്കിൽ മറ്റു 3 സ്ഫിയേഴ്സിൻ്റെയും പ്രവർത്തനം ഉണ്ടായേ തീരൂ. ഈ ഒരു ഇൻ്ററാക്ഷൻ കാണിക്കുന്ന ഒരു ഡയഗ്രാമാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ളത്. ഒരു സർക്കിളിൽ ലിത്തോസ്ഫിയർ എന്നും മറ്റൊരു സർക്കിളിൽ അറ്റ്മോസ്ഫിയർ എന്നും മറ്റൊരു സർക്കിളിൽ ഹൈഡ്രോസ്ഫിയർ എന്നും കൊടുത്തിട്ടുണ്ട്. ഈ 3 സ്ഫിയേഴ്സും ഉണ്ടെങ്കിലേ ബയോസ്ഫിയറിന് നിലനിൽക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് 3 സ്ഫിയറിലും ഉൾപ്പെടുന്ന രൂപത്തിൽ സെൻട്രലായിട്ട് ബയോസ്ഫിയറിൻ്റെ ഒരു സർക്കിളും വരച്ചിട്ടുണ്ട്. ഇതെല്ലാം
പരസ്പരം ഇൻ്റർ റിലേറ്റഡ് ആണ്, പരസ്പരം കണക്റ്റഡ് ആണ്. ഓക്കെ, ബയോസ്ഫിയറിലെ പ്ലാന്റ്സിനാണെങ്കിലും അനിമൽസിനാണെങ്കിലും ഹ്യൂമൻ ബീയിങ്സിനാണെങ്കിലും മറ്റ് സ്ഫിയേഴ്സ് ഉണ്ടായേ തീരും. The very existence of man, plants and animals is possible because of the presence of lithosphere, hydrosphere and atmosphere. മനുഷ്യരുടെയും സസ്യ ജന്തുജാലങ്ങളുടെയും നിലനിൽപ്പിന് തന്നെ സാധ്യമാകുന്നത് ശിലാമണ്ഡലവും ജലമണ്ഡലവും വായുമണ്ഡലവും അഥവാ ലിത്തോസ്ഫിയറും ഹൈഡ്രോസ്ഫിയറും അതുപോലെ അറ്റ്മോസ്ഫിയറും ഉള്ളതുകൊണ്ടാണ്. So, even small changes in the lithosphere, hydrosphere and atmosphere will have huge impacts on human life. അതുകൊണ്ട് തന്നെ ലിത്തോസ്ഫിയറിലോ ഹൈഡ്രോസ്ഫിയറിലോ അറ്റ്മോസ്ഫിയറിലോ ഏതെങ്കിലും തരത്തിലുള്ള എന്തെങ്കിലും ചെറിയ മാറ്റങ്ങൾ വന്നാൽ അത് മനുഷ്യൻ്റെ ജീവിതത്തെ വലിയ തോതിൽ തന്നെ ഇമ്പാക്റ്റ് ചെയ്യും, വലിയ തോതിൽ തന്നെ മനുഷ്യൻ്റെ ജീവിതത്തെ ബാധിക്കും. കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ and minerals are essential for the existence of plants. സസ്യങ്ങളുടെ നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ള ഘടകങ്ങളാണ് കാർബൺ ഡൈ ഓക്സൈഡ്, അതുപോലെ വാട്ടർ ജലം, മറ്റു മിനറൽസ് ധാതു ലവണങ്ങൾ. ഇത് മൂന്നും പ്ലാന്റ്സിൻ്റെ നിലനിൽപ്പിന് അത്യാവശ്യമാണ്. Among these, carbon dioxide is obtained from the atmosphere, minerals from the lithosphere and water from the hydrosphere. ഇതിൽ നിന്നും പ്ലാന്റ്സിന് വേണ്ട കാർബൺ ഡൈ ഓക്സൈഡ് നമുക്ക് ലഭിക്കുന്നത് അറ്റ്മോസ്ഫിയറിൽ നിന്നാണ്. എന്നാൽ മിനറൽസ് ലഭിക്കുന്നതോ ലിത്തോസ്ഫിയറിൽ നിന്നാണ്. അതിന് വേണ്ട ജലം വാട്ടർ നമുക്ക് ലഭിക്കുന്നത് ഹൈഡ്രോസ്ഫിയറിൽ നിന്നാണ്. ഇഫ് എനി വൺ ഓഫ് ദീസ് ഫാക്ടർ വാസ് എക്സ്ക്ലൂഡഡ് വുഡ് പ്ലാന്റ് ലൈഫ് ഹാവ് എക്സിസ്റ്റഡ് ഓൺ എർത്ത്. അതായത് ഇതിൽ ഏതെങ്കിലും ഒരു ഘടകം ഇല്ലാതായാൽ സസ്യജന്തുജാലങ്ങൾക്ക് ജീവിക്കാൻ കഴിയുമോ? ഇല്ല അല്ലേ. ഈ മൂന്നും ഉണ്ടെങ്കിലേ പ്ലാന്റ്സിന് നല്ല രൂപത്തിൽ ഗ്രോ ചെയ്യാൻ പറ്റുള്ളൂ. ഇതിൽ എന്തെങ്കിലും മിസ്സായി കഴിഞ്ഞാൽ പ്ലാന്റ്സിന് വളരാൻ കഴിയില്ല. സസ്യജാലകങ്ങളൊന്നും ഇല്ലാത്തൊരു ലോകത്തെക്കുറിച്ച് ചിന്തിക്കാൻ നമുക്ക് കഴിയുമോ? ഇല്ല അല്ലേ. ഈ പ്ലാന്റ്സ് ഒന്നും ഇല്ലാതെ അനിമൽസിനോ ബേർഡ്സിനോ ഈവൺ നമ്മൾ മനുഷ്യനോ ഈ ലോകത്ത് ജീവിക്കാൻ കഴിയില്ല അല്ലേ. സോ ബയോസ്ഫിയറിൻ്റെ എക്സിസ്റ്റൻസിന് മറ്റ് 3 സ്ഫിയേഴ്സിൻ്റെയും പ്രവർത്തനങ്ങൾ അത്യാവശ്യമാണ്. ഈ 4 സ്ഫിയേഴ്സും തമ്മിൽ ഇൻ്റർ റിലേറ്റഡ് ആണ് അല്ലെങ്കിൽ ഇൻ്റർ കണക്റ്റഡ് ആണ്. There are such important questions for you. First one, what is biosphere? ജൈവമണ്ഡലം എന്നാൽ എന്ത്? Answer, the sphere of a living world is known as biosphere. ജീവജാലകങ്ങളുടെ മേഖലയാണ് ബയോസ്ഫിയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഡസ് ബയോസ്ഫിയർ ഇൻറ്ററാക്ട് വിത്ത് അതർ സ്ഫിയേഴ്സ്? എങ്ങനെയാണ് ബയോസ്ഫിയർ മറ്റു സ്ഫിയേഴ്സുമായിട്ട് മറ്റു മേഖലകളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്? ആൻസർ, ദ എക്സിസ്റ്റൻസ് ഓഫ് മാൻ, പ്ലാന്റ്സ് ആൻഡ് അനിമൽസ് ഈസ് പോസിബിൾ only with the presence of lithosphere, hydrosphere and atmosphere. ഭൂമിയിൽ മനുഷ്യരുടെയും ജന്തുജാലകങ്ങളുടെയും സസ്യജാലകങ്ങളുടെയും എല്ലാം നിലനിൽപ്പിന് സാധ്യമാകുന്നത് ശിലാമണ്ഡലം അഥവാ ലിത്തോസ്ഫിയറും ഹൈഡ്രോസ്ഫിയറും അറ്റ്മോസ്ഫിയറും ഉള്ളതുകൊണ്ടാണ്. ഫോർ എക്സാമ്പിൾ, carbon dioxide, water and minerals are essential for the existence of plants. സസ്യജാലകങ്ങളുടെ നിലനിൽപ്പിന് അത്യാവശ്യമായിട്ടുള്ള ചില ഘടകങ്ങളാണ് കാർബൺ ഡൈ ഓക്സൈഡ്, water and minerals. Among these, carbon dioxide is obtained from atmosphere. ഈ 3 ഘടകങ്ങളിൽ കാർബൺ ഡൈ ഓക്സൈഡ് ലഭിക്കുന്നത് അറ്റ്മോസ്ഫിയറിൽ നിന്നാണ്. മിനറൽസ് ഫ്രം ദി ലിത്തോസ്ഫിയർ ആൻഡ് വാട്ടർ ഫ്രം ഹൈഡ്രോസ്ഫിയർ. എന്നാൽ മിനറൽസ് ലഭിക്കുന്നത് ലിത്തോസ്ഫിയറിൽ നിന്നും വെള്ളം ലഭിക്കുന്നത് ഹൈഡ്രോസ്ഫിയറിൽ നിന്നുമാണ്. If any one of these factors was excluded, the plants cannot live on the earth. Without plants, other living beings cannot exist on earth. ഇതിൽ ഏതെങ്കിലും ഒരു ഫാക്ടർ ഇല്ലാതായാൽ പ്ലാന്റ്സിന് ഈ ഭൂമിയിൽ ജീവിക്കാൻ കഴിയില്ല. പ്ലാന്റ്സ് ഇല്ലാതെ ഏതൊരു ലിവിങ് തിങ്സും ഈ ഭൂമിയിൽ ജീവിക്കുകയില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, draw a diagram that showing the interaction of lithosphere, hydrosphere, atmosphere with biosphere.
ജൈവമണ്ഡലവുമായിട്ട് ബയോസ്ഫിയറുമായിട്ടുള്ള അറ്റ്മോസ്ഫിയറിൻ്റെയും ഹൈഡ്രോസ്ഫിയറിൻ്റെയും ലിത്തോസ്ഫിയറിൻ്റെയും ഇൻറ്ററാക്ഷൻ കാണിക്കുന്ന ഡയഗ്രാം വരയ്ക്കുക. ആ ഒരു ഡയഗ്രാമിൻ്റെ പിക്ചറാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇതുപോലെ വരയ്ക്കണം. ഓക്കെ, ലിത്തോസ്ഫിയറും അറ്റ്മോസ്ഫിയറിലും ഹൈഡ്രോസ്ഫിയറും ഉൾക്കൊള്ളുന്ന തരത്തിൽ ബയോസ്ഫിയർ നിങ്ങൾ വരയ്ക്കണം. അപ്പോൾ നെക്സ്റ്റ് ടോപ്പിക് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്, പ്രകൃതി ദുരന്തങ്ങൾ. Natural disasters are phenomena that occur naturally and result in heavy loss to life and property of man. മനുഷ്യന്റെ ജീവനും സ്വത്തിനും കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നതും പ്രകൃതിയിൽ സ്വാഭാവികമായിട്ട് നാച്ചുറലി ഉണ്ടാകുന്നതുമായിട്ടുള്ള പ്രതിഭാസങ്ങളാണ് പ്രകൃതി ദുരന്തങ്ങൾ. So natural disasters are phenomena that occur naturally and result in heavy loss to life and property of man. It is always better to take precautionary steps than organize rescue operations and rehabilitation after the occurrence of a natural disasters. ഒരു പ്രകൃതി ദുരന്തം ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം, സംഭവിച്ചതിന് ശേഷം അതിനു വേണ്ട രക്ഷാപ്രവർത്തനങ്ങളും പുനരധിവാസ പ്രവർത്തനങ്ങളും സംഘടിപ്പിക്കുന്നതിനേക്കാൾ ഏറ്റവും പ്രധാനമാണ് ഇത്തരം ദുരന്തങ്ങൾ വരാതെ നോക്കുക എന്നത്. ഇങ്ങനെ വരാതെ നോക്കണമെങ്കിൽ നമ്മൾ മനുഷ്യരുടെ ഇടപെടലുകൾ നമ്മൾ കുറയ്ക്കണം. പ്രകൃതിയിലുള്ള മനുഷ്യൻ്റെ ഇടപെടലുകളെ നമ്മൾ പരമാവധി കുറച്ചാൽ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ഉണ്ടാകുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുറയ്ക്കാൻ പറ്റും. ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക് യു ക്യാൻ സീ എ സ്മോൾ ബോക്സ് വിത്ത് എ ടൈറ്റിൽ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ആൻഡ് സിസ്റ്റംസ് ഫോർ ദ പ്രിവെൻഷൻ ആൻഡ് റിസ്ക് റിഡക്ഷൻ ഓഫ് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്. പ്രകൃതി ദുരന്തങ്ങളുടെ നിവാരണത്തിനും ലഘൂകരണത്തിനും അതിൻ്റെ റിസ്ക് കുറയ്ക്കുന്നതിനും വേണ്ടി പ്രവർത്തിക്കുന്ന സർക്കാർ വകുപ്പുകളും സംവിധാനങ്ങളുമാണ് ഈ ഒരു ബോക്സിൽ കൊടുത്തിട്ടുള്ളത്. ആദ്യത്തെ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റാണ് കേരള റവന്യൂ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, കേരള റവന്യൂ ദുരന്ത നിവാരണ വകുപ്പ്. സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി, സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. തേർഡ് വൺ ഹസാർഡ്സ് വൾണറബിലിറ്റി ആൻഡ് റിസ്ക് അസസ്മെൻറ്റ് സെൽ, ദുരന്ത സാധ്യത അപഗ്രഥന സെല്ല്. ദ ലാസ്റ്റ് വൺ ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഈ 4 ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സുകളാണ് നമ്മുടെ കേരളത്തിലെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റുമായിട്ട് അല്ലെങ്കിൽ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ പ്രവർത്തനങ്ങളും ഏറ്റെടുക്കുന്നത്. Here is an important question. What are natural disasters? പ്രകൃതി ദുരന്തങ്ങൾ എന്നാൽ എന്താണ്? Natural disasters are phenomena that occur naturally and result in heavy loss to life and property of man. മനുഷ്യന്റെ ജീവനും സ്വത്തിനും ധാരാളം നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നതും നാച്ചുറലി പ്രകൃതിയിൽ സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്നതുമായിട്ടുള്ള പ്രതിഭാസങ്ങളാണ് പ്രകൃതി ദുരന്തങ്ങൾ. ഫോർ എക്സാമ്പിൾ ഫ്ലഡ്സ് വെള്ളപ്പൊക്കം, സുനാമി, ദെൻ ലാൻഡ് സ്ലൈഡ് ഉരുൾപൊട്ടൽ, എർത്ത് ക്വൈക്ക് ഭൂകമ്പം, ഇവയെല്ലാം തന്നെ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സിനുള്ള ഇമ്പോർട്ടൻ്റ് എക്സാമ്പിൾസ് ആണ്. നൗ വി ആർ ഗോയിങ് ടു ലേൺ അബൌട്ട് ലാൻഡ് സ്ലൈഡ്. നാച്ചുറൽ ഡിസാസ്റ്റേഴ്സിൻ്റെ ഒരു ഉദാഹരണമായിട്ടുള്ള ലാൻഡ് സ്ലൈഡ് ഉരുൾപൊട്ടലിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ലാൻഡ് സ്ലൈഡ് ഈസ് ദ ഫാസ്റ്റ് ഡൗൺ സ്ലോപ്പ് മൂവ്മെൻറ്റ് ഓഫ് റോക്സ്, സോയിൽ ആൻഡ് മഡ് along the steep slopes. കുത്തനെ ചെരിവുള്ള പ്രദേശങ്ങളിലെ പാറയും മണ്ണും ചെളിയും അതിവേഗം താഴോട്ട് നീങ്ങുന്ന പ്രതിഭാസമാണ് ഉരുൾപൊട്ടൽ. കേരളത്തിൽ ഈ അടുത്തായിട്ട് ഒരുപാട് ഉരുൾപൊട്ടലുകൾ ലാൻഡ് സ്ലൈഡ്സ് നടന്നതായിട്ട് നിങ്ങൾ സോഷ്യൽ മീഡിയാസ് വഴി കണ്ടിട്ടുണ്ടാകും, അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ വഴി നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും അല്ലേ. 2021 ഈ അടുത്ത റൈനി സീസണിൽ ഇടുക്കിയിലെ കോക്കിയാർ, അതുപോലെ കോട്ടയത്തെ കൂട്ടിക്കൽ എന്നീ സ്ഥലങ്ങളിൽ ലാൻഡ് സ്ലൈഡ്സ് ഉണ്ടായിട്ടുണ്ട്. അതിന് മുമ്പത്തെ 2020 റൈനി സീസണിൽ കവളപ്പാറയിൽ, അതുപോലെ പുത്തുമല എന്നിവിടങ്ങളിൽ ലാൻഡ് സ്ലൈഡ്സ് ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് ജനങ്ങൾ മരണപ്പെട്ടിട്ടുമുണ്ട് അല്ലേ. ഇതെല്ലാം നിങ്ങൾക്ക് ഓർമ്മയിലുണ്ടാകും. അതുപോലെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. കേരളത്തിൽ എവിടൊക്കെയാണ് ഇതുപോലെ ലാൻഡ് സ്ലൈഡ്സ് ഉണ്ടായിട്ടുള്ളത് എന്ന് കുറച്ച് ലിസ്റ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്, നമുക്ക് നോക്കാം. അമ്പൂരി ഇൻ തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റ് 2001. 2001 തിരുവനന്തപുരം ജില്ലയിലെ അമ്പൂരി
ദെൻ വെണ്ണിയാനി ഇൻ ഇടുക്കി ഡിസ്ട്രിക്ട് 2001. 2001 ഇടുക്കി ജില്ലയിലെ വെണ്ണിയാനിയിൽ. ചീയാമ്പാറ ഇൻ കോഴിക്കോട് ഡിസ്ട്രിക്ട് 2013. 2013 കോഴിക്കോട് ജില്ലയിലെ ചീയാമ്പാറ. ദെൻ പുല്ലൂരമ്പാറ ഇൻ കോഴിക്കോട് ഡിസ്ട്രിക്ട് 2012. 2012 കോഴിക്കോട് ജില്ലയിലെ പുല്ലൂരാമ്പാറ എന്നിവിടങ്ങളിലെല്ലാം ലാൻഡ് സ്ലൈഡ്സ് അല്ലെങ്കിൽ ഉരുൾപൊട്ടലുകൾ നടന്നിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ 2020 കവളപ്പാറ, പുത്തുമല, 2021 കൊക്കിയാർ, കൂട്ടിക്കൽ എന്നീ ലാൻഡ് സ്ലൈഡ്സും നിങ്ങൾ ഓർത്തു വെക്കുക. ദെൻ നെക്സ്റ്റ്, വെൻ ലാൻഡ് സ്ലൈഡ്സ്, ഉരുൾപൊട്ടലുകൾ ഉണ്ടായാൽ നമ്മൾ എടുക്കേണ്ട പ്രിക്വേഷൻസ് ആണ് ഇവിടെ പറയുന്നത്. ഫസ്റ്റ് വൺ, മൂവ് ടു സേഫർ പ്ലേസസ് ആസ് ഏർലി ആസ് പോസിബിൾ. എത്രയും വേഗം സുരക്ഷിതമായ സ്ഥലങ്ങളിലോട്ട് മാറുക. സെക്കൻഡ്, give priority to small children, aged people and persons with physical disability during rescue operation. റെസ്ക്യൂ ഓപ്പറേഷൻസിൻ്റെ അതായത് സുരക്ഷാ പ്രവർത്തനങ്ങളുടെ സമയത്ത് ചെറിയ കുട്ടികൾ, ഏജ്ഡ് ആയിട്ടുള്ള ആളുകൾ, വൃദ്ധർ, അതുപോലെ ശാരീരികപരമായിട്ട് അംഗവൈകല്യങ്ങളോ അവശതകളോ ഉള്ള ആളുകളെയൊക്കെ അവർക്ക് കൂടുതൽ മുൻഗണന നൽകുക. അവരെ പെട്ടെന്ന് നമ്മൾ റെസ്ക്യൂ ചെയ്യുക, രക്ഷിക്കുക. നെക്സ്റ്റ്, ഗിവ് ഫസ്റ്റ് എയ്ഡ് ടു ഇൻജേർഡ് പീപ്പിൾ. പരിക്കേറ്റവർക്ക് പ്രഥമ ശുശ്രൂഷ അല്ലെങ്കിൽ ഫസ്റ്റ് എയ്ഡ് നൽകുക. നെക്സ്റ്റ്, ബി കോഷ്യസ് ഓഫ് ദ പോസിബിലിറ്റി ഓഫ് റിക്കറൻസ് ഓഫ് ലാൻഡ് സ്ലൈഡ്സ്. വീണ്ടും ഉരുൾപൊട്ടൽ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കുക. നെക്സ്റ്റ്, കോണ്ടാക്ട് പോലീസ്, ആംബുലൻസ് സർവീസസ് എക്സെട്ര. പോലീസ്, ആംബുലൻസ് സർവീസസ്, അതുപോലെ ഫയർ പോലീസ്, നമ്മൾ നേരത്തെ പഠിച്ച ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സ്, ഗവൺമെൻറ് ഏജൻസീസ്, ഇവരുമായിട്ടൊക്കെ ബന്ധപ്പെടുക. ദെൻ ടേക്ക് പ്രിക്കോഷൻസ് ടു അവോയ്ഡ് ഇലക്ട്രിക് ഷോക്സ്. വൈദ്യുതാഘാതം, ഇലക്ട്രിക് ഷോക്ക് ഏൽക്കാതിരിക്കാൻ വേണ്ട മുൻകരുതലുകൾ എടുക്കുക. ദെൻ ഫ്ലഡ്. നെക്സ്റ്റ് നാച്ചുറൽ ഡിസാസ്റ്റർ ആണ് ഫ്ലഡ്, വെള്ളപ്പൊക്കം. സർപ്ലസ് വാട്ടർ ഡ്യൂറിംഗ് ദി മൺസൂൺ കോസസ് ഓവർഫ്ലോയിങ് ഓഫ് റിവേഴ്സ് ലീഡിംഗ് ടു ഫ്ലഡ്സ്. മഴക്കാലത്ത് നദികൾക്ക് ഉൾക്കൊള്ളാനാവാത്തത്ര ജലം ഒഴുകിയെത്തുമ്പോൾ അവ കരകവിഞ്ഞ് ഒഴുകും. ഇതാണ് വെള്ളപ്പൊക്കം. ടു ടാക്കിൾ ഫ്ലഡ്സ്, വെള്ളപ്പൊക്കത്തെ നമുക്ക് എങ്ങനെ നേരിടാം? ഫസ്റ്റ് പോയിന്റ് ആണ്, ഡു നോട്ട് കൺസ്ട്രക്ട് ഹൗസസ് വെരി ക്ലോസ് ടു റിവേഴ്സ്. പുഴകൾക്കടുത്ത് അല്ലെങ്കിൽ നദികൾക്ക് അടുത്തായിട്ട് നമ്മൾ ഒരിക്കലും വീടുകൾ കൺസ്ട്രക്ട് ചെയ്യരുത്. 2, ഡു നോട്ട് വെഞ്ചർ ഇൻ ടു റിവേഴ്സ് ഡ്യൂറിങ് റൈനി സീസൺ. മഴക്കാലത്ത് പുഴയിൽ ഇറങ്ങരുത്. 3, പാഡി ഫീൽഡ്സ് ആർ പ്ലേസസ് ഫോർ പെർക്കുലേഷൻ ഓഫ് റെയിൻ വാട്ടർ, അവോയ്ഡ് റിക്ലമേഷൻ. പാഡി ഫീൽഡ്സ്, വയലുകളെല്ലാം മഴവെള്ളം താഴ്ന്നിറങ്ങുന്ന സ്ഥലമാണ്. അവയെ മണ്ണിട്ട് മൂടരുത്, വയൽ നികത്തരുത്. ദെൻ ഫോർത്ത് വൺ, people residing in coastal areas should be more careful during rainy season. Valuables should be shifted to elevated places. തീരപ്രദേശത്ത് താമസിക്കുന്ന ആളുകൾ മഴക്കാലത്ത് പ്രത്യേകം ജാഗ്രത പാലിക്കണം. അവരുടെ വിലപിടിപ്പുള്ള സാധനങ്ങൾ ഉയർന്ന സ്ഥലത്തോട്ട്, എലവേറ്റഡ് ആയിട്ടുള്ള സ്ഥലത്തോട്ട് അവർ മാറ്റണം. നെക്സ്റ്റ് പോയിന്റ് ആണ്, കട്ട് ഓഫ് ദ ഇലക്ട്രിക് കണക്ഷൻസ് ഇഫ് ദ വാട്ടർ ലെവൽ റൈസസ്. വെള്ളം കയറുന്നുണ്ടെങ്കിൽ വൈദ്യുതി ബന്ധം നമ്മൾ വിച്ഛേദിക്കണം, കട്ട് ചെയ്യണം. സോ ഈ ഒരു ചാപ്റ്ററിലൂടെ നാം മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നെഗറ്റീവ് ഇമ്പാക്റ്റ് ഓൺ എനി വൺ ഓഫ് ദി 3 സ്ഫിയേഴ്സ് വിൽ അഫക്റ്റ് സീരിയസ്ലി ദ അതേഴ്സ് ആസ് വെൽ. ലിത്തോസ്ഫിയർ, ഹൈഡ്രോസ്ഫിയർ, അറ്റ്മോസ്ഫിയർ എന്നിവയിൽ ഏതെങ്കിലും ഒരു സ്ഫിയറിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ മറ്റു സ്ഫിയേഴ്സിനെയും ബാധിക്കുമെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. മാൻസ് ഇൻ്റർവെൻഷൻ ഓൺ ദീസ് സ്ഫിയേഴ്സ് ഷുഡ് ബി മെയ്ഡ് വെരി കെയർഫുള്ളി. മനുഷ്യൻ ഓരോ സ്ഫിയേഴ്സിലും ഉണ്ടാക്കുന്ന ഇടപെടലുകളെല്ലാം തന്നെ വളരെ കെയർഫുൾ ആവണം, ശ്രദ്ധാപൂർവമായിരിക്കണം. ദിസ് ബ്യൂട്ടിഫുൾ വേൾഡ് വിത്ത് സച്ച് diverse life forms would become uninhabitable. ഈച്ച് വൺ ഓഫ് us should be aware of this. നമ്മുടെ ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു വേൾഡിൽ നമുക്ക് താമസിക്കുവാൻ കഴിയാത്ത ഒരിടമായിട്ട് മാറും. അതായത് നമ്മൾ കെയർഫുള്ളായിട്ട് ഭൂമിയിൽ താമസിച്ചില്ലെങ്കിൽ, ഭൂമിയിൽ ഇടപെട്ടിട്ടില്ലെങ്കിൽ നമുക്കൊന്നും താമസിക്കാൻ കഴിയാത്ത ഒരു ലോകമായിട്ട് ഈ ഭൂമി മാറും. അതോടൊപ്പം തന്നെ ഇത് മറ്റു ജീവജാലങ്ങളെയും ബാധിക്കും എന്ന് നമ്മൾ തിരിച്ചറിയണം. Now we are going to discuss about the summary part of this chapter. First point,
ലിത്തോസ്ഫിയർ ഈസ് ദ സോളിഡ് പാർട്ട് ഓഫ് ദി സർഫേസ് ഓഫ് ദി എർത്ത്. ഭൂമിയുടെ ഉപരിതലത്തിലെ ഖരാവസ്ഥയിലുള്ള ഭാഗമാണ് ലിത്തോസ്ഫിയർ. സോളിഡ് പോർഷനാണ് ലിത്തോസ്ഫിയർ. സെക്കൻഡ് വൺ, അറ്റ്മോസ്ഫിയർ ഈസ് ദ ബ്ലാങ്കറ്റ് ഓഫ് എയർ ദാറ്റ് എൻവലപ്സ് ദ എർത്ത്. ഭൂമിയെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന വായുവിൻ്റെ ഒരു ആവരണമാണ് അറ്റ്മോസ്ഫിയർ. 3, ഹൈഡ്രോസ്ഫിയർ ഇൻക്ലൂഡ്സ് ദ വാട്ടർ ഇൻ ഓഷ്യൻസ്, ലാൻഡ് ആൻഡ് അറ്റ്മോസ്ഫിയർ. സമുദ്രത്തിലും കരയിലും അറ്റ്മോസ്ഫിയറിലുമൊക്കെയായി കാണപ്പെടുന്ന ജലമെല്ലാം ഇൻക്ലൂഡ് ആയതാണ് ഹൈഡ്രോസ്ഫിയർ. ദ എക്സിസ്റ്റൻസ് ഓഫ് ബയോസ്ഫിയർ ഡിപ്പെൻഡ്സ് ഓൺ ലിത്തോസ്ഫിയർ, ഹൈഡ്രോസ്ഫിയർ ആൻഡ് അറ്റ്മോസ്ഫിയർ. ലിത്തോസ്ഫിയറിനെയും അറ്റ്മോസ്ഫിയറിനെയും ഹൈഡ്രോസ്ഫിയറിനെയും ആശ്രയിച്ചിട്ടാണ് ബയോസ്ഫിയർ നിലനിൽക്കുന്നത്. നെക്സ്റ്റ് പോയിന്റ്, man's unscientific activities and interventions affect all the spheres of earth. മനുഷ്യൻ നടത്തുന്ന അശാസ്ത്രീയമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഇടപെടലുകളും ഭൂമിയിലെ വിവിധ മണ്ഡലങ്ങളെ നെഗറ്റീവായിട്ട് ബാധിക്കും. നെക്സ്റ്റ് പോയിന്റ്, സയൻറ്റിഫിക് യൂസ് ഓഫ് നാച്ചുറൽ റിസോഴ്സസ് ഈസ് എസെൻഷ്യൽ ഫോർ ദ സസ്റ്റൈനബിലിറ്റി ഓഫ് ലൈഫ്. മനുഷ്യൻ ഉൾപ്പെടെയുള്ള ജീവജാലങ്ങളുടെ സുസ്ഥിരമായ നിലനിൽപ്പിന് പ്രകൃതി വിഭവങ്ങൾ ശാസ്ത്രീയമായിട്ട് നമ്മൾ യൂസ് ചെയ്യൽ അത്യാവശ്യമാണ്. ലാസ്റ്റ് പോയിന്റ്, ഡിഫറെൻറ്റ് മെഷേഴ്സ് ആർ അവൈലബിൾ ടു കോമ്പാക്ട് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്. പ്രകൃതി ദുരന്തങ്ങളെ നേരിടാനുള്ള വിവിധ മാർഗങ്ങൾ ഇന്ന് നിലവിലുണ്ട്. നൗ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ലെറ്റ് us assess part of this chapter. First question, man's unscientific interventions adversely affect the lithosphere. Explain with suitable examples. മനുഷ്യൻ്റെ അശാസ്ത്രീയപരമായ ഇടപെടലുകൾ ലിത്തോസ്ഫിയറിനെ ദോഷകരമായിട്ട് ബാധിക്കുന്നു. ഉദാഹരണ സഹിതം വ്യക്തമാക്കുക. Our answer, first point, man's unscientific interventions adversely affect our lithosphere on which we live. മനുഷ്യൻ്റെ ഇടപെടലുകൾ നാം താമസിക്കുന്ന ഈ ലിത്തോസ്ഫിയറിനെ ദോഷകരമായിട്ട് ബാധിക്കുന്നുണ്ട്. The exploitation of man will lead to imbalance in nature. ഇങ്ങനെ മനുഷ്യൻ്റെ ചൂഷണങ്ങൾ പ്രകൃതിയുടെ ബാലൻസിനെ തന്നെ തെറ്റിക്കുന്നു. ഫോർ എക്സാമ്പിൾ, vast paddy fields were once Kerala's unique feature. ഒരു കാലത്ത് കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫീച്ചറായിരുന്നു, സവിശേഷതയായിരുന്നു വിശാലമായിട്ടുള്ള വയലുകൾ അല്ലെങ്കിൽ പാടങ്ങൾ. ബട്ട് now our paddy fields and other wetlands undergo reclamation by being filled up with the soil for human purposes. എന്നാൽ ഇന്നോ ഈ പ്രദേശങ്ങളെല്ലാം, ഈ വയൽ പ്രദേശങ്ങളും ചുറ്റുമുള്ള ചതുപ്പ് പ്രദേശങ്ങൾ, വെറ്റ്ലാൻഡ്സുമെല്ലാം തന്നെ മണ്ണിട്ട് നികത്തിക്കൊണ്ടിരിക്കുകയാണ്, അല്ലേ? ബൈ ഡൂയിങ് ദസ് we are causing permanent damage to these natural sites of rain water percolation. ഇങ്ങനെ നമ്മൾ മണ്ണിട്ട് നികത്തുന്നതിലൂടെ ഭൂമിയിലേക്ക് വെള്ളം താഴ്ന്നിറങ്ങുന്ന, മഴവെള്ളം താഴ്ന്നിറങ്ങുന്ന നാച്ചുറൽ ഇടങ്ങളെയാണ്, സ്വാഭാവിക സ്ഥലങ്ങളെയാണ് നാം ഇതിലൂടെ നഷ്ടപ്പെടുത്തുന്നത്. ഇത് സ്ഥിരമായിട്ടൊരു പെർമനൻറ്റ് ഡാമേജാണ് നമ്മളിതിലൂടെ ഭൂമിക്ക് വേണ്ടിയിട്ട് ഒരുക്കുന്നത്, അല്ലേ? സോ ഇത് മനുഷ്യൻ്റെ ഇടപെടൽ മൂലമുണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എക്സാമ്പിളാണ്. മഴവെള്ളം ഭൂമിക്കടിയിലോട്ട് താഴ്ന്നിറങ്ങാതെ അത് വെള്ളപ്പൊക്കവും മറ്റു നാച്ചുറൽ ഡിസാസ്റ്ററായിട്ട് മാറാൻ ഇത് ഇടയാകുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട എക്സാമ്പിളാണ് ദ വാട്ടർ ലെവൽ ഓഫ് മെനി ഓഫ് അവർ റിവേഴ്സ് വിച്ച് വർ വൺസ് റിച്ച് ഡ്രോപ്സ് ഡ്രാസ്റ്റിക്കലി ആഫ്റ്റർ ദ റൈനി സീസൺ. നല്ല റിച്ചായിട്ട് ഒഴുകിക്കൊണ്ടിരുന്ന നമ്മുടെ നദികളിലെ പലതിലും മഴക്കാലം കഴിയുന്നതോടെ അവിടെ ജലനിരപ്പിൻ്റെ അളവിൽ വലിയ കുറവുണ്ടാകും. എന്തുകൊണ്ടാണിത്? This is because of the increase in the depth of river bed due to sand mining from rivers. നദികളിൽ നിന്ന് അല്ലെങ്കിൽ പുഴകളിൽ നിന്നൊക്കെ സാൻഡ് മൈനിങ്ങിൻ്റെ ഫലമായിട്ട്, മണൽ വാരുന്നതിൻ്റെ ഫലമായിട്ട് അടിത്തട്ടിൻ്റെ ആഴം കൂടുമ്പോഴാണ് നമുക്ക് അത്യാവശ്യത്തിന് വേണ്ട മഴവെള്ളം അല്ലെങ്കിൽ വെള്ളം നമുക്ക് വേനൽക്കാലമാകുമ്പോൾ കിട്ടാതാവുന്നത്, അല്ലേ? മഴക്കാലം കഴിയുന്നതോടെ നമുക്ക് വെള്ളം കുറഞ്ഞുകൊണ്ടിരിക്കും. അതിനുള്ള മെയിൻ റീസൺ എന്താണ്? പുഴകളിൽ നിന്നും നമ്മൾ മണൽ വാരുന്നതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. ഇത് മനുഷ്യൻ്റെ ഇടപെടൽ മൂലമാണ് സംഭവിക്കുന്നത്.
Second important question. Scientific interventions are essential for the existence of a healthy biosphere. Identify and write down 3 activities needed for this. ഹെൽത്തി ആയിട്ടുള്ള ബയോസ്ഫിയർ നിലനിൽക്കണമെങ്കിൽ ലിത്തോസ്ഫിയറിൽ അഥവാ ശിലാമണ്ഡലത്തിൽ സയൻറ്റിഫിക് ആയിട്ടുള്ള ചില ഇടപെടലുകൾ നമുക്ക് അത്യാവശ്യമാണ്. അത്തരം ഇടപെടലുകൾ ഐഡൻറ്റിഫൈ ചെയ്യുക. അതിൽ 3 ഇടപെടലുകളെ കുറിച്ച് 3 സയൻറ്റിഫിക് ഇൻ്റർവെൻഷൻസിനെ കുറിച്ച് നമ്മൾ എഴുതണം. ഇതാണ് ക്വസ്റ്റ്യൻ. സോ ആൻസർ ഫസ്റ്റ് സയൻറ്റിഫിക് ഇൻ്റർവെൻഷൻ ആണ് എൻകറേജ് ദ പീപ്പിൾ ടു ലിവ് ഇൻ എ വേ ദാറ്റ് ഡസൻ ഹർട്ട് ദ എൻവിറോൺമെൻറ്റ്. നമ്മുടെ പരിസ്ഥിതിയെ ഹേർട്ട് ചെയ്യാത്ത തരത്തിൽ, മോശമായിട്ട് ബാധിക്കാത്ത തരത്തിൽ ജീവിക്കാൻ മനുഷ്യരെ അല്ലെങ്കിൽ ജനങ്ങളെ എൻകറേജ് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക. രണ്ടാമതായിട്ട് പ്രൊമോട്ട് അഫോറസ്റ്റേഷൻ ടു റീസ്റ്റോർ അവർ ഡാമേജ്ഡ് എക്കോസിസ്റ്റം. തകർന്നു പോയ നമ്മുടെ എക്കോസിസ്റ്റത്തെ, ആവാസ വ്യവസ്ഥയെ റീസ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അഫോറസ്റ്റേഷനെ, വനവൽക്കരണത്തെ അല്ലെങ്കിൽ ചെടികൾ വെച്ച് നട്ടുപിടിപ്പിക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കണം. ദെൻ തേർഡ് വൺ, എസ്റ്റാബ്ലിഷ് പാർക്സ് ടു പ്രൊട്ടക്റ്റ് വൈൽഡ് ലൈഫ് ആൻഡ് റെയിൻ ഫോറസ്റ്റ്. മഴക്കാടുകളെയും അതുപോലെ വന്യജീവികളെയും ഒക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് പാർക്സുകളൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യുക, സ്ഥാപിക്കുക എന്നിവയാണ് പ്രധാനപ്പെട്ട 3 സയൻറ്റിഫിക് ഇൻ്റർവെൻഷൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹൗ ആർ ദ ഫ്രഷ് വാട്ടർ സോഴ്സസ് ഓഫ് യുവർ പ്ലേസ് ഗെറ്റിംഗ് പൊല്യൂട്ടഡ്? നിങ്ങളുടെ പ്രദേശത്തെ ശുദ്ധജല സ്രോതസ്സുകൾ മലിനമാക്കപ്പെടുന്നത് എങ്ങനെയെല്ലാമാണ്? ഫ്രഷ് വാട്ടർ എങ്ങനെയെല്ലാം പൊല്യൂട്ടാകുന്നു, എങ്ങനെയെല്ലാം മലിനമാക്കപ്പെടുന്നു എന്നതാണ് ക്വസ്റ്റ്യൻ. ആൻസർ, അവർ ഫ്രഷ് വാട്ടർ ഈസ് പൊല്യൂട്ടഡ് ഇൻ മെനി വേയ്സ്. വ്യത്യസ്ത വഴികളിലൂടെ ശുദ്ധജല സ്രോതസ്സുകൾ മലിനമാക്കപ്പെടുന്നു. ഫസ്റ്റ് വൺ, ഇൻഡസ്ട്രിയൽ വേസ്റ്റ്. ഫാക്ടറികളിൽ നിന്നും വ്യവസായശാലകളിൽ നിന്നും പുറത്തുവിടുന്ന വേസ്റ്റ് വെള്ളത്തെ ഫ്രഷ് വാട്ടർ സോഴ്സസിന് മലിനമാക്കപ്പെടുന്നു. 2, മൈനിങ് ആക്ടിവിറ്റീസ്. മൈനിങ് ആക്ടിവിറ്റീസിലൂടെ മിനറൽസും വാട്ടർ സോഴ്സസും തമ്മിൽ യോജിച്ചും വാട്ടർ പൊല്യൂഷൻ ഉണ്ടാകുന്നു. 3, വേസ്റ്റ് പ്രൊഡ്യൂസ്ഡ് ബൈ ഹൗസ് ഹോൾഡ്സ്. ഓരോ വീടുകളിൽ നിന്നും പുറന്തള്ളപ്പെടുന്ന വേസ്റ്റുകളും വാട്ടർ പൊല്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. ദെൻ ഫോർത്ത് വൺ, ഓയിൽ ലീക്കേജ്. പെട്രോളിയം ഉൽപ്പന്നങ്ങളൊക്കെ ഉള്ള പ്രദേശങ്ങളിൽ ഓയിൽ ലീക്കേജ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വെള്ളത്തിലോട്ട് എത്തുകയും അതിലൂടെ വാട്ടർ പൊല്യൂഷൻ ഉണ്ടാവുകയും ചെയ്യും. ദെൻ നെക്സ്റ്റ് പോയിന്റ് ആണ് ദ ബേണിംഗ് ഓഫ് ഫോസിൽ ഫ്യൂവൽസ്. ഫോസിൽ ഫ്യൂവൽസ് കത്തിക്കുന്നതിലൂടെയും വാട്ടർ പൊല്യൂഷൻ വരുന്നുണ്ട്. നെക്സ്റ്റ്, യൂസ് ഓഫ് കെമിക്കൽ പെസ്റ്റിസൈഡ്സ് ആൻഡ് ഫെർട്ടിലൈസേഴ്സ്. രാസകീടനാശിനികളും രാസവളങ്ങളും യൂസ് ചെയ്യുന്നതിലൂടെയും വാട്ടർ മലിനമാക്കപ്പെടുന്നു. നെക്സ്റ്റ്, ഗ്ലോബൽ വാർമിംഗ്. ആഗോളതാപനം വഴിയും വാട്ടർ പൊല്യൂഷൻ നടക്കുന്നുണ്ട്. ഗ്രീൻ ഹൗസ് എഫക്റ്റിൻ്റെ ഫലമായിട്ട് ഭൂമിയുടെ ടെമ്പറേച്ചർ ലെവൽ, താപനിലയുടെ ലെവൽ കൂടുകയും ഇതുമൂലം വാട്ടറിലുള്ള വെള്ളത്തിൽ താമസിക്കുന്ന ജലജീവികളുണ്ട്. ഈ ജലജീവികൾ ഇതിലൂടെ ചത്ത് ഒടുങ്ങാനും കാരണമാകും. ഇങ്ങനെയും വാട്ടർ പൊല്യൂഷൻ നടക്കുന്നുണ്ട്. നെക്സ്റ്റ് പോയിന്റ് ആണ് അർബൻ ഡെവലപ്മെൻറ്റ്. നഗരപ്രദേശങ്ങളുടെ വികസനം വഴിയും വാട്ടർ പൊല്യൂഷൻ നടക്കുന്നു. ദ ലാസ്റ്റ് പോയിന്റ്, ആസിഡ് റെയിൻ. ആസിഡ് റെയിൻ വഴിയും വാട്ടർ പൊല്യൂഷൻ നടക്കുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഹൈഡ്രോസ്ഫിയർ എക്സിസ്റ്റ് ഇൻ 3 forms. Identify where and in what forms do they exist. ഹൈഡ്രോസ്ഫിയർ 3 അവസ്ഥകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. എവിടെയൊക്കെ ഏതെല്ലാം രൂപത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് എന്ന് കണ്ടെത്തണം. സോ അവർ ആൻസർ, വാട്ടർ എക്സിസ്റ്റ് ഇൻ 3 forms. വെള്ളം നിലനിൽക്കുന്നത് 3 അവസ്ഥകളിലാണ്. ദേ ആർ, അവയാണ് സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാസ്. ഖരാവസ്ഥ, ദ്രാവകാവസ്ഥ, വാതകാവസ്ഥ. നെക്സ്റ്റ് പോയിന്റ്, വാട്ടർ ഇൻ ലിക്വിഡ് സ്റ്റേറ്റ് ഈസ് ഫൗണ്ട് ഇൻ ഓഷ്യൻസ്, റിവേഴ്സ്, ലൈക്ക് എക്സെട്ര. ജലം ലിക്വിഡ് സ്റ്റേറ്റിൽ, ദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്നത് ഓഷ്യൻസ്, സമുദ്രങ്ങളിലും നദികളിലും തടാകങ്ങളിലും ഒക്കെയാണ്. നെക്സ്റ്റ് പോയിന്റ്, വാട്ടർ ഇൻ സോളിഡ് സ്റ്റേറ്റ് ഈസ് ഫൗണ്ട് ഇൻ പോളാർ റീജൻസ് ആൻഡ് അഡോബ് ഹൈ മൗണ്ടെയ്ൻസ്. ഉയരത്തിലുള്ള മലനിരകളിലും അതുപോലെ പോളാർ റീജൻസിലുമാണ് ഖരാവസ്ഥയിൽ, സോളിഡ് സ്റ്റേറ്റിൽ അല്ലെങ്കിൽ
ഐസായിട്ട് വാട്ടർ കാണപ്പെടുന്നത്. തേർഡ് വൺ, വാട്ടർ ഇൻ ഗ്യാസ് സ്റ്റേജ് ഈസ് ഫൗണ്ട് ഇൻ അറ്റ്മോസ്ഫിയർ ആസ് വാട്ടർ വേപ്പർ. ഗ്യാസ് ഫോമിൽ അല്ലെങ്കിൽ വാതക രൂപത്തിൽ വെള്ളം കാണപ്പെടുന്നത് അന്തരീക്ഷത്തിലാണ്. അന്തരീക്ഷത്തിൽ നീരാവിയായിട്ടാണ് വെള്ളം കാണപ്പെടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ തിങ്സ് ദാറ്റ് യു ക്യാൻ ഡു ടു റെഡ്യൂസ് ദ എയർ പൊല്യൂഷൻ? പ്രിപ്പയർ എ നോട്ട്. എയർ പൊല്യൂഷൻ, വായുമലിനീകരണം കുറയ്ക്കുന്നതിന് നിങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനാകും? ഒരു നോട്ട് പ്രിപ്പയർ ചെയ്യുക. എയർ പൊല്യൂഷൻ കുറയ്ക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട ചില മെത്തേഡ്സ് ആണ് നമ്മുടെ ആൻസർ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് പോയിന്റ് ആണ് കൺട്രോൾ ദ യൂസ് ഓഫ് ഫോസിൽ ഫ്യൂവൽസ്. ഫോസിൽ ഫ്യൂവൽസ്, പ്രകൃതി ഇന്ധനങ്ങൾ ഉപയോഗിക്കുന്നത് നിയന്ത്രിക്കുക. 2, യൂസ് ബയോ പെസ്റ്റിസൈഡ്സ് ഇൻസ്റ്റെഡ് ഓഫ് കെമിക്കൽ പെസ്റ്റിസൈഡ്സ്. രാസ കീടനാശിനികൾക്ക് പകരമായിട്ട് ജൈവ കീടനാശിനികൾ ഉപയോഗിക്കുക. 3, അവോയ്ഡ് ഓർ റെഡ്യൂസ് ദ യൂസ് ഓഫ് പ്ലാസ്റ്റിക്സ്. പ്ലാസ്റ്റിക് മെറ്റീരിയൽ ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക അല്ലെങ്കിൽ അത് ഉപയോഗിക്കുന്നത് കുറയ്ക്കുക. 4, അവോയ്ഡ് ഡിഫോറസ്റ്റേഷൻ. വനനശീകരണം, വനങ്ങളെ നശിപ്പിക്കുന്നത് ഒഴിവാക്കുക. ആൻഡ് പ്രൊമോട്ട് അഫോറസ്റ്റേഷൻ, അതോടൊപ്പം മരങ്ങൾ വെച്ചുപിടിപ്പിക്കുന്നത്, വനവൽക്കരണം പ്രോത്സാഹിപ്പിക്കുക. ലാസ്റ്റ് പോയിന്റ്, എൻഷ്യൂർ പ്രോപ്പർ വേസ്റ്റ് മാനേജ്മെൻറ്റ്. പ്രോപ്പറായിട്ട് വേസ്റ്റ് മാനേജ്മെൻറ്റ് ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. Subscribe my channel, press bell icon for new notifications. Thank you for watching my video.